എന്റെ കോട്ടിനെ ഊരി ഈ ചെയിന്റെ പുറകിലേക്ക് ഇട്ടു. ക്ലിയർ? ഇനി ഞാനിതാ ഇവിടെ ഇരിക്കുകയാണ്. ഇനി ആ റോപ്പ് ഇങ്ങോട്ട് തരാം. ഈ റോപ്പ് സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ? ഇല്ല. ദേ രണ്ട് കാലിനടിയിലൂടെ റോപ്പിനെടുത്ത് ഞാൻ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് വന്നേ. ആ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച്. ആ ഒന്ന് വലിച്ചോ, വലിച്ച് ടൈറ്റ് ചെയ്ത്. ഈ വലി നേരത്തെ വടംവലി കണ്ടില്ലല്ലോ. ഞാനൊരു ആവേശത്തിന് പലതും പറയും, ഒന്ന് അറിഞ്ഞു കണ്ടൊക്കെ ചെയ്യണ്ടേ. സൈനിക മാന്ത്രികനാണ് ഈ വേദിയിൽ കെട്ടിയിടാൻ പോകുന്നത്. ഒത്തിരി പട്ടാളക്കാരുള്ള സ്ഥലം അത്. ഒന്ന് ടൈറ്റ് ചെയ്തോ. ദേ എന്റെ രണ്ട് കൈയിന്റെ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ക്ലിയർ? ഇനി രണ്ട് കൈയിന്റെ മുകളിലൂടെ ഒരു കെട്ടിടാം. ഒരു കെട്ടിട്ടോളൂ. ആ ടൈറ്റ് ചെയ്തോളൂ. ആ വലിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യാം. എത്ര വയസ്സുണ്ട്? 23. 43 വയസ്സിന്റെ വലിയ ഈ കിടന്ന് വലിക്കുന്നത്. സമാധാനം ആവുന്നുണ്ടല്ലോ അല്ലേ? ഒരു കെട്ടുകൂടി ഇട്ടെ. കയർ ബാലൻസ് കിടക്കാം. ഒരു കെട്ടുകൂടി ഇട്ടോ. ആ ടൈറ്റ് ചെയ്തു, ടൈറ്റ് ചെയ്തു. ആ കയർ ബാലൻസ് കിടക്കൊണ്ട് പിന്നെ പറയരുത്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വീണ്ടും കെട്ടുകൾ ഇടാം. ഇട്ടോ. ഇത് നിരീക്ഷിക്കാൻ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാമിന് കെട്ടിടണോ വേണോ? എന്നാൽ ഇതിൽ പങ്കെടുക്കാം. ഒരു കെട്ടുകൂടി ഇടാം. എന്താ സത്യസന്ധത, എന്താ സഹകരണം നോക്കിയിട്ട് കിട്ടിയ അവസരം ചോദിച്ചു വരിക. ആ ടൈറ്റ് ചെയ്തോളൂ. മതിയോ? ഉറപ്പല്ലേ? കയറ് ബാലൻസ് കിട്ടുമ്പോൾ ഒരു കെട്ടിനോടുള്ള സാധ്യത ഉണ്ട് അവിടെ. കഴിഞ്ഞോ? ആ ആ ഇനി താങ്കൾക്ക് താങ്കളുടെ സ്ഥാനത്തേക്ക് പോകാം. ഇനി ചോദ്യം താങ്കളോടാണ്. നിങ്ങൾ 3 പേര് ചേർന്നാ കെട്ടിയതല്ലേ? നിങ്ങൾ 3 പേര് ചേർന്ന് എൻ്റെ കൈകാലുകൾ ഇതുപോലെ കെട്ടിയിടുന്നതിനൊരു ഉദ്ദേശം എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? 1 മിനിറ്റ്. ഒരു മിനിറ്റ് കൊണ്ട് കെട്ടിത്തീർന്നോ? ഇല്ല. ആ 5 മിനിറ്റ് ഒന്നും എടുത്തില്ല. ഒരു 3 മിനിറ്റ് അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ. അടുത്ത ചോദ്യം താങ്കളോടാണ്. ഒരു കൈ കൊണ്ട് നിങ്ങൾ 3 പേരും ചേർന്നാഇപ്പോൾ കെട്ടിയേക്കുന്നത് എൻ്റെ കൈകാലുകൾ. ഒരു കൈ കൊണ്ട് താങ്കളുടെ ഒരു കൈ കൊണ്ട് കെട്ടിനടിച്ചാൽ എത്ര മിനിറ്റ് എടുക്കും? ഒരു കൈ കൊണ്ട് താങ്കൾ ഈ കെട്ടിനടിച്ചാൽ എത്ര മിനിറ്റ് എടുക്കും? 8 മിനിറ്റ്. കാരണം നല്ല ടൈറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. കെട്ട് അഴിച്ച് വരണമെങ്കിൽ 8 മിനിറ്റ് ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ അത് എടുക്കുമായിരിക്കാം. ഓക്കെ. എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ കെട്ടഴിക്കാൻ ടോട്ടൽ 3 വഴികളാണുള്ളത്. ഒന്ന് കാലുകൊണ്ട്, അടുത്തത് കൈ കൊണ്ട്. 2 കൊണ്ട് പറ്റത്തില്ല, സ്ട്രോങ് ആയിട്ട് കെട്ടിയേക്കാം. ഇനി 3ാമത് ഒരു വഴി കൂടെയുണ്ട് ഈ കയറിൻ്റെ കെട്ടഴിക്കുന്നത്. എന്താണെന്ന് പറയാമോ? വാഗുണ്ട് കടിച്ച് കെട്ടിനഴിക്കാം. അതുകൊണ്ടാണ് ചെയറിന്റെ പുറകിൽ ഞാനൊരു കോട്ട് വെച്ചേക്കുന്നത്. കോട്ട് താങ്കൾക്ക് കയ്യിലേക്ക് എടുക്കാം. കോട്ടിനെ താങ്കൾക്ക് കയ്യിലേക്ക് എടുത്തോളൂ. ഓക്കെ. ഇനി ഞാൻ റെഡി അപ്പ് എന്ന് പറയുന്ന സമയം താങ്കൾ കോട്ട് നിവർത്തി ഈ കെട്ടിന് മുകളിലേക്ക് ഇടണം. ക്ലിയർ? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കടിച്ചും എടുക്കാൻ പറ്റില്ല. ക്ലിയർ? കൈകൊണ്ടും പറ്റില്ല, കാലുകൊണ്ടും പറ്റില്ല, കടിച്ചും എടുക്കാൻ പറ്റില്ല കോട്ടിന്റെ മുകളിലേക്ക് ഇട്ടാൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര മിനിറ്റ് തരാൻ പറ്റും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ? ഇതാണ് ഫൈനൽ ചോദ്യം. എത്ര മിനിറ്റ് തരാൻ പറ്റും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ? പറഞ്ഞോളൂ. 2 മിനിറ്റോ? 5 മിനിറ്റ്. 2 മിനിറ്റ്, 5 മിനിറ്റ്. ശരി, എന്തായാലും ആദ്യം പറഞ്ഞ ഞാൻ ചലഞ്ചായിട്ട് എടുത്തോട്ടെ. ഓക്കെ. താങ്കൾ ടൈം കീപ്പറാണ്. 2 മിനിറ്റ് എന്ന് പറയുന്നത് 120 സെക്കൻഡാണ്. കോട്ട് നിവർത്തി കെട്ടിന്റെ മുകളിലേക്ക് ഇടുന്ന സമയം താങ്കൾക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങാം. 1 2 3 എന്നിങ്ങനെ കൗണ്ട് ചെയ്ത് തുടങ്ങാം. സെക്കൻഡ് വൈസ് 120 എന്ന് എണ്ണുന്നതിന് മുന്നേ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം, എസ്കേപ്പ് ആയിരിക്കണം. ഇതാണ് ചലഞ്ച്. ക്ലിയർ അല്ലേ? ഓക്കെ. കോട്ട് നിവർത്താം. ഇനി ഇതിന് മുകളിലേക്ക് ഇടാം. ഇട്ടോളൂ. അതെ, കോട്ട് നിവർത്തി ഇടാനാ പറഞ്ഞ. എങ്ങനെയെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. ഇതേപോലെ ക്ലിയർ ആയിട്ട് നിവർത്തി ഇടണം കേട്ടോ. ഓക്കെ. കോട്ടിന് വലിച്ചെടുത്തു. അല്ല എന്നാ പറ്റി? അതെ, നമുക്ക് 2 മിനിറ്റ് സമയം തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. കോട്ട് നിവർത്തിയിട്ടായിരുന്നു. 3ാമതൊരു കൈയുണ്ടെന്ന് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനി കോട്ട് നിവർത്തിയിടണം. ഓക്കെ അല്ലേ? കോട്ട് നിവർത്തി ഇതിന്റെ മുകളിലേക്ക് ഇടുന്ന സമയം താങ്കൾക്ക് എണ്ണി തുടങ്ങാം. ക്ലിയർ? കോട്ട് നിവർത്തിയിട്ടോ. അങ്ങനെ താങ്കൾ ഇങ്ങോട്ട് നിങ്ങളോട് ക്രോസ് ചെയ്തേ. ഇങ്ങോട്ട് ക്രോസ് ചെയ്തേ. അപ്പുറത്ത് പൊയ്ക്കോ. അപ്പുറത്ത് താങ്കൾ ഇങ്ങോട്ട് പൊയ്ക്കാം. ഇന്ന് വലിച്ചെടുത്ത് കോട്ടിന് വലിച്ചെടുത്തു. നിങ്ങൾ എന്നെ കളിക്കുകയാണ്. അതെ, താങ്കൾ എണ്ണി തുടങ്ങിയായിരുന്നോ? അത് നിങ്ങൾ കേട്ടായിരുന്നോ?
അത് തന്നെ കാര്യം. അതാ ഞാൻ ചോദിച്ച തമാശ കാണിക്കണം. സെക്കൻഡ് വയസ്സ് ഒന്ന് ഉറക്കം എണ്ണി നോക്കിക്കേ. 1 2 ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ ഈ സൗണ്ടിൽ എണ്ണണം. ഓക്കെ. അവിടെ കോട്ട് നിവർത്തിയിടാൻ അറിയില്ല, അതാ ആക്ച്വലി പ്രശ്നം വരുന്നത്. ഇനി കോട്ട് നന്നായിട്ട് നിവർത്തിക്കുക. ഇത് ഫൈനലാണ്, തമാശയല്ല. കോട്ട് വീണാൽ ഉടനെ ഉറക്കെ എണ്ണി തുടങ്ങാം. ക്ലിയർ? ഇട്ടോളൂ. തുടങ്ങിക്കോളൂ. 3 4. നിങ്ങളെ കൊണ്ട് വെളുപ്പിച്ച് ഇതിനായിരുന്നില്ല. ഈ ചുവന്ന കർട്ടൻ മാറുമ്പോൾ ഇതിന്റെ പുറകിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്മാന പെരുമഴയാണ്. 3 പേർക്കും അങ്ങോട്ട് പോയി നിൽക്കാം. ഇപ്പോൾ ഞാൻ ആദ്യമേ വിളിച്ച സമയത്ത് ഇതിൽ കുറെ പേര് വന്നില്ലല്ലോ. അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ പോയാൽ മതിയായിരുന്നു, വിളിച്ച സമയത്ത് എണീറ്റാൽ മതിയായിരുന്നു. ഇവിടെ കാണുന്നത് ഒരു ബെഞ്ചാണ്. ബെഞ്ചിന് മുകളിൽ സാധാ 4 ബക്കറ്റുകൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. 4 ബക്കറ്റിനും ഓരോ കളറുകളുണ്ട് അല്ലെ? ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. ഇതിൽ 4 ബക്കറ്റിനുള്ളിലും ഓരോ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. 4 ബക്കറ്റിനുള്ളിലും സമ്മാനം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതോ ഒരു ബക്കറ്റിനുള്ളിൽ ഏറ്റവും വിലപിടിപ്പുള്ള, നിങ്ങൾ കണ്ടാൽ ഏറ്റവും കൊതിക്കുന്ന, പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടാൻ ആഗ്രഹിക്കുന്ന വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഏതോ ഒരു ബക്കറ്റിനുള്ളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള വ്യക്തിക്ക് കിട്ടും, നിങ്ങൾ 3 പേർക്ക്. എന്നാൽ 4 ബക്കറ്റിനുള്ളിലും സമ്മാനമുണ്ട്. ക്ലിയർ? ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു ബോർഡുണ്ട്. ബോർഡിൽ 4 കോളങ്ങളുണ്ട്. 1 2 3 and 4 4 കോളങ്ങളുണ്ട്. ഓരോ കോളത്തിന്റെ പുറകിലും ഓരോ ബക്കറ്റിന്റെ കളറുകൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ കളർ ബക്കറ്റുകൾ നിങ്ങൾക്കുള്ളതാണ്. നമ്പർ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ക്ലിയർ? ഇനി ഞാൻ ചോദിക്കുകയാണ്, 1 2 3 4 ഇതിൽ ഏത് നമ്പറാണ് താങ്കൾക്ക് വേണ്ടത്? നമ്പർ 3 ഉറപ്പാണോ? താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്പർ 3 ആണ്. 3ാമത്തെ കോളമാണ് താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ നമ്പർ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? ഒരു കാരണമില്ല. റാൻഡം ആയിട്ട് താങ്കൾ സെലക്ട് ചെയ്താണ്. അതോ താങ്കളുടെ ലക്കി നമ്പർ ആണോ 3? അല്ല, റാൻഡം സെലക്ഷൻ ആണ്. നമ്പർ വേണമെങ്കിൽ മാറ്റാം. 1 2 and 4 എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഉറപ്പിച്ചു. നമ്പർ 3. അപ്പോൾ താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്പർ 3. 2ാമത്തെ ആളോടാണ്. ഇനി 1 2 4 ഈ 3 കോളങ്ങളാണുള്ളത്. 1 2 and 4 ഇതിൽ ഏത് നമ്പറാണ് താങ്കൾ സെലക്ട് ചെയ്യുന്നത്? നമ്പർ 2. മാറ്റണമെങ്കിൽ മാറ്റാം. 1 ഉം 4 ഉം കിടപ്പുണ്ട്. നമ്പർ 2 ആണ് താങ്കൾ സെലക്ട് ചെയ്തത്. മാറ്റണോ? വേണ്ട, ഉറപ്പാണോ? എന്നുള്ള ഉറപ്പ് പറയുകയാണോ? താങ്കൾ ഈ പറഞ്ഞ നമ്പറിൽ ഞാൻ വിലപിടിപ്പുള്ള സമ്മാനം വെച്ചിട്ടില്ല. വേണമെങ്കിൽ നമ്പർ മാറ്റാം. വേണ്ട, നമ്പർ 2 ഉറപ്പിച്ചു. ഷുവർ, ആദ്യം പറഞ്ഞ നമ്പറിൽ നിൽക്കുകയാണ്. ഓക്കെ, 2 3 എന്ന് പറയുന്ന നമ്പറുകൾ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി 1 4 1 and 4 ഇതിൽ ഏത് നമ്പറാണ് താങ്കൾക്ക് വേണ്ടത്? നമ്പർ 1. ഷുവർ, 4ാം നമ്പർ ഒരെണ്ണം കിടപ്പുണ്ട്. വേണമെങ്കിൽ അങ്ങോട്ട് മാറാം. വേണ്ട, നമ്പർ 1 ഉറപ്പാണോ? നിങ്ങളുടെ ഫ്രീ ചോയ്സ് ആയിരുന്നു. താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്പർ 1 ആണ്. ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിരിക്കുന്ന നമ്പറുകൾ 1 2 3. ക്ലിയർ? ക്ലിയർ? ഓക്കെ. ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഓരോ നമ്പറിന്റെ പുറകിൽ ഏത് കളറാണുള്ളത്. പ്ലീസ് ഓപ്പൺ നമ്പർ 1. ബ്ലൂ കളർ. ആരായിരുന്നു 1ാം നമ്പർ സെലക്ട് ചെയ്ത്? താങ്കൾക്ക് ബ്ലൂ കളർ ബക്കറ്റിന്റെ പുറകിലേക്ക് പോയി നിൽക്കാം. അടുത്തത് പ്ലീസ് ഓപ്പൺ നമ്പർ 2. ഓറഞ്ച് കളർ താങ്കളുടേതായിരുന്നു. ഓറഞ്ച് കളർ ബക്കറ്റിന്റെ പുറകിലേക്ക് പോയി നിൽക്കാം. ആൻഡ് ഫൈനലി ഓപ്പൺ നമ്പർ 3. ഗ്രീൻ കളർ പച്ച നിറമുള്ള ബക്കറ്റിന്റെ പുറകിലേക്ക് താങ്കൾക്ക് പോയി നിൽക്കാം. ഇനി 4ാമത് ഒരു കോളം കൂടെ, ഒരു നമ്പർ കൂടെ അവശേഷിക്കുന്നുണ്ട്. നമ്പർ 4. അത് ഞാൻ എടുക്കുകയാണ്. പ്ലീസ് ഓപ്പൺ നമ്പർ 4. റെഡ് കളർ. ഫൈനൽ വന്ന റെഡ് കളർ ബക്കറ്റിന്റെ പുറകിലേക്ക് ഞാനും വന്ന് നിൽക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ഭാഗ്യ പരീക്ഷണം. പക്ഷെ ഒന്നുറപ്പാണ്, ഈ നിൽക്കുന്ന നിങ്ങൾ 3 പേരിൽ ആരോ ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ വിലപിടിപ്പുള്ള സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അത് ഷുവറാണ്. അത് ആർക്കാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയാൻ പോവുകയാണ്. നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. ഓറഞ്ച് ബക്കറ്റിൽ നിന്നും തുടങ്ങാം. താങ്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? വിലപിടിപ്പുള്ള സമ്മാനം ലഭിക്കാൻ സാധ്യതയുണ്ടോ? അറിയില്ല. ഒരു പക്ഷേ മേ ബി ചാൻസ് ഉണ്ട് അല്ലേ? നോക്കാം. ആദ്യം ഓറഞ്ച് നിറമുള്ള ബക്കറ്റാണ് ഉയർത്താൻ പോകുന്നത്. റെഡി? താങ്കൾക്കൊരു ഫ്രൂട്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. എനർജിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് എനർജി കുറവാന്ന് തോന്നുന്നു. എന്തായാലും താങ്കൾക്ക് തിരുന്നോട്ടെ. ദെൻ താങ്കളുടെ ഊഴമാണ്. ബ്ലൂ കളർ ബക്കറ്റാണ്. സാധ്യതയുണ്ടോ വിലപിടിപ്പുള്ള സമ്മാനത്തിന്? നോക്കാം. ഞാൻ ഉയർത്താൻ പോവാണ്. റെഡി? ഇതൊരു സോപ്പാണ്. ഇതെന്തായാലും താങ്കൾക്ക് ആവശ്യം വരും. ഇരുന്നോട്ടെ.
ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആർക്കോ ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞു. താങ്കൾക്കാണ് ലഭിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, റെഡി. 50-50 ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ആണ്. എന്തായാലും താങ്കളുടെ പ്രായമനുസരിച്ച് ഇത് കഴിക്കുന്നത് നല്ലതാണ്. എനിവേ, 3 പേർക്കും ഈ ബെഞ്ചിന്റെ ഫ്രണ്ടിലേക്ക് പോയി നിൽക്കാം. ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യം, നിങ്ങൾ 3 പേർക്ക് നിങ്ങളുടെ ഫ്രീ ചോയ്സ് ആയിരുന്നു. പല പ്രാവശ്യം ഞാൻ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഞാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ അതേ നമ്പറിൽ നിങ്ങൾ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ നമ്പർ മാറ്റിയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. പല പ്രാവശ്യം നിങ്ങളുടേതായ ഓപ്ഷനിലേക്ക് ഞാൻ വന്നു. ഫൈനലായിട്ടുള്ള ലാസ്റ്റ് ബക്കറ്റ് ഞാൻ ഉയർത്താൻ പോവുകയാണ്. ഇതിൽ എന്ത് വിലപിടിപ്പുള്ള സമ്മാനമാണ് ഉള്ളത് നോക്കാം. റെഡി റെഡി. ഇതാ സാധാരണ പറയുന്നത്, ഭാഗ്യമുണ്ടെങ്കിലേ ഭാഗ്യം വരൂ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഭാഗ്യം ഇത് തന്നെയാണ്. വരും കാലങ്ങളിൽ ഇതുപോലുള്ള വലിയ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൊടുക്കാം നല്ലൊരു കയ്യടി. താങ്ക് യു സോ മച്ച്. വന്ന് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്ലീസ്. ശാസ്ത്രം വളരുമ്പോൾ ഇന്ദ്രജാല ലോകം പരാജയപ്പെടുമെന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ധാരണ തീർത്തും